സ്വർണ്ണ അലങ്കാര വസ്തുക്കൾ അപഹരിക്കുവാൻ ശ്രമിക്കുന്ന ആസുര പോരാളികൾ അറിയുന്നുള്ള തങ്ങളുടെ അന്ത്യം ഈ ദേവിയുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ അസുരന്റെ ശക്തിയുടെ മുമ്പിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ച് കോപം ഉള്ളിലടക്കി തടസ്സമായി നിൽക്കുന്ന ഭൂതങ്ങളെ തട്ടിമാറ്റി ദാരികന്റെ മുന്നിൽ ആർത്ത് അട്ടഹസിച്ച് എഴുന്നള്ളുന്ന ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എങ്ങനെയുണ്ട് ഭദ്രേ എന്റെ ഭടന്മാരുടെ നൃത്തച്ചുവടുകൾ? നിനക്ക് മാത്രമല്ല എന്റെ ഭടന്മാർക്കും നൃത്തം ചെയ്യാൻ അറിയാം. നീ നൃത്തം വയ്ക്കുമ്പോൾ എന്റെ ഭടന്മാരും നൃത്തം വയ്ക്കുന്നത് നീ കാണുന്നില്ലേ ഭദ്രേ? ദാരികൻ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയുടെ കോപത്തെ ദേവിയുടെ ത്രിശൂലത്തെ ദാരികൻ മന്ത്രവാൾ കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ ആസുര പടയാളികൾ ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് ദേവിയുടെ കോപത്തെ ആളിൽ കത്തിക്കുവാൻ ശ്രമിക്കുന്നു. ദാരികന്റെ ജ്യേഷ്ഠൻ ദാനവൻ തന്റെ ആയുധം ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദേവിയെ കോപിഷ്ഠയാക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ത്രിശൂലം മഹാദേവൻ തനിക്ക് നൽകിയതല്ലേ? യവന്റെ വാളിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഈ ത്രിശൂലം പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തത്? നിരാശുള്ളിലടക്കി 10,000 മതിച്ച ആനയുടെ ബലം ദാരികനും ദാരികന്റെ പടയാളികൾക്ക് നൽകി ബ്രഹ്മദേവൻ ദാരികനെ അനുഗ്രഹിക്കുന്നു. ദേവി ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദാരികൻ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത സുവർണ രഥപ്പടിയിലിരുന്ന് ദേവിയെ വെല്ലുവിളിക്കുവാൻ ശ്രമിക്കുന്നു. വൈകുണ്ഠനാഥൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതിന്റെ പ്രത്യേകമായി തെക്ക് ഭാഗത്ത് നീലാകാശത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രേഷ്ഠപരിന്റെ സാന്നിധ്യം, ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് നീലാകാശത്ത് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ശ്രേഷ്ഠപരിന്റെ സാന്നിധ്യം 33 കോടി ദേവന്മാരെയും അണിനിരത്തി